ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പോകുന്നത് നമ്മുടെ വയനാട്ടിലെ പുഷ്പമേളയല്ലേ അല്ലേട്ടാ, പൂപ്പൊലി 2025. ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടെ പൂപ്പൊലി കാണാൻ പോവാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വണ്ടി കയറി. ഇനിയിപ്പം അച്ഛനും അമ്മയും ഒക്കെ വരാൻ വെയിറ്റിംഗ് ആണ്. പൂപ്പൊലിക്ക് പോകാൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം കേട്ടോ. ഒരു 4 മണി തൊട്ട് പിന്നെ അങ്ങോട്ടേക്കാണ് നല്ലൊരു ടൈം. കാരണം എല്ലാം ഒന്ന് കാണാനും പൂക്കളൊക്കെ ഒന്ന് കാണാനും, പിന്നെ അതേപോലെ തന്നെ ആ ഒരു ടൈം ആകുമ്പോൾ അധികം വെയിലുണ്ടാവില്ല. തിരക്ക് പിന്നെ അറിയില്ല, ഇന്നത്തെ കാര്യം ചൊവ്വാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പോകണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു നമ്മൾ എന്തിനാണ് വേറെ ചിന്തിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, എൻജോയ്മെൻറ്റ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നോക്കണ്ടത്. അപ്പോൾ നമ്മൾ പോകണം, ഇല്ലേട്ടാ? ഹാപ്പി ആയിട്ടിരിക്കണം നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനും ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പോയി പൂപ്പൊലിയൊക്കെ എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇങ്ങനെ അച്ഛനും അമ്മയും വണ്ടി കയറി. അങ്ങനെ നമ്മളെ ചേച്ചീനെയും കുട്ടീനെയും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ടൗണിൽ നിന്നാണ് നമ്മളെ വടുവഞ്ചാൽ ടൗണാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വടുവഞ്ചാൽ ടൗണിന് മെയിനായിട്ട് പറയാറുണ്ട്. അത് കഴിഞ്ഞ് പൂപ്പൊലി നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബസ്സിൻ്റെ ബാക്കിലും പൂപ്പൊലീൻ്റെ പോസ്റ്റർ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടുകാരല്ലാത്ത ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൂപ്പൊലീനെ ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരുവിധം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അത്യാവശ്യം എല്ലാ വയനാട്ടിൽ നിന്നല്ലാതെ ഒരുവിധം പുറമേ ഉള്ളവരെല്ലാവരും വരുന്നുണ്ട്. കർണാടക അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പൂപ്പൊലി കാണാൻ. ഇത് പൂപ്പൊലി സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ കൂടെ അവിടെ തിരക്കുണ്ടാവാറുണ്ട്, ഓരോ ടൂറിസ്റ്റ് ബസ്സിലും അതിലൊക്കെ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നൊട്ടും തിരക്കില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല, കൂളായിട്ട് പോയിട്ട് വരാമെന്ന്. പക്ഷേ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തിരക്കിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ പോകാൻ പറ്റുമെന്ന് പോലും അറിയാതെ ഇരുന്ന ഞാൻ അവസാനം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം എന്നുള്ള രീതിയിലായപ്പോൾ അങ്ങനെ പൂപ്പൊലിയിലേക്ക് പോവുകയാണ്. ഇത്തവണ വലിയ രീതിയിലുള്ള, കഴിഞ്ഞ തവണത്തെക്കാട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ. എല്ലാവരും പറയുന്നത് നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അധികം പൂക്കളും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പോവുകയാണ്. അപ്പം നോക്ക് മക്കളെ, നോക്ക്, നല്ല തിരക്കുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ് തിരക്ക്. ഞാനിങ്ങനെ പറയുമായിരുന്നു, അയ്യോ തിരക്കൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അത് അവിടെ ടിക്കറ്റ് കിട്ടിയിട്ട് കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ്. അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല, രാത്രി ആവണം. ഈവനിങ് എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ പൂപ്പൊലിക്ക് ഇറങ്ങാറ്. പൂപ്പൊലി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരിക, വയനാട്ടിൽ വരിക. നമ്മുടെ ഫാം നടത്തുന്ന പരിപാടിയാണ്. ഇത്തവണ ഫാം ഒരു ഇവൻറ്റിന് അത് കൈമാറിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കൂടുതലായിട്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇൻസ്റ്റയിലും ഒക്കെ റീലായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അന്താളിച്ചു പോയി, എന്ത് ചെയ്യണം എന്നറിയാതെ. പിന്നെ തിരക്കൊരു രസമാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ തിരക്കിൽ പോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ ഞാൻ നല്ല മാസ്കും, പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ തണുപ്പ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കാർഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്ര തിരക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അഥവാ പാർക്കിങ്ങിന് ഏതെങ്കിലും ഏരിയ കിട്ടുകയാണെങ്കിൽ ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു രീതിയിലും ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു, ഈ സ്ഥലമൊക്കെ കാണുന്നുണ്ടെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടേ പാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ തിരിച്ച് വരികയാണ് ഉണ്ടായത്. എന്നിട്ട് എന്നെയും ചേച്ചീനെയും കുട്ടീനെയും അമ്മേനെയും അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. നമുക്ക് വലിയ ആൾക്കാർക്ക് 60 രൂപയും ചെറിയ കുട്ടികൾക്ക് 30 രൂപയും അങ്ങനെ എന്തോ ആണ്. ഞാനതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി നേരെ നമ്മൾ പൂപ്പൊലിയിലേക്ക് കയറി വരുമ്പോഴേ ഇങ്ങനെ ഒരു കാഴ്ചയാണ് പൂപ്പൊലി എന്നൊക്കെ പറഞ്ഞത്. അത് എല്ലാ തവണയുള്ള പോലെ തന്നെ ഇത്തവണയാണ്. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്. ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ആൾക്കാരൊക്കെ കാണുമ്പോഴാണ് സന്തോഷം. കാരണം നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രണ്ടോട്ട് നടന്നു. കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്.
ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഫ്ലവേഴ്സും ഞാൻ അധികം സ്ക്രോൾ മീൻസ് ഇതാക്കി പോവാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പോകാൻ കഴിയാത്ത ഒത്തിരി പേരാണ് നമ്മുടെ വയനാട്ടിലെ പൂപ്പലി കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇത്തവണ വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പീക്കോക്ക് ഇത് കഴിഞ്ഞ ഒരു തവണ ഇല്ലായിരുന്നു. അപ്പം ആ ഒരു മാറ്റമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാം പഴയതുപോലെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകാം എന്തായാലും. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടുന്ന സ്ഥലമാണിത്. നമുക്ക് എന്താ വിഷം അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ജൈവമായിട്ട് കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ കിട്ടും അവിടെ. അത് റേറ്റ് ഉണ്ടാവും അത്യാവശ്യം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കാരണം എനിക്ക് ഓവർ നടക്കാൻ കഴിയുന്നില്ല. നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവുക, അതുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ ഇരുന്നു കുറച്ച് നേരം. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തവണ വന്നിട്ടുണ്ട്. എന്താ പറയുക, അടിപൊളി ലൈറ്റിങ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഈ സ്ഥലത്തൊക്കെ കഴിഞ്ഞ വർഷം നല്ല ഊഞ്ഞാലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ സ്പെൻഡ് ചെയ്യാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ. പക്ഷേ ഇത്തവണ ഊഞ്ഞാലൊക്കെ മാറ്റിയിട്ട് ഈ ലൈറ്റ് മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചായക്കടയല്ല, ഇവരവിടെ ഒരു സ്റ്റോൾ ഇട്ടേക്കാണ്. ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഒരു 2 ഉള്ളിവടയും ചായയും പറഞ്ഞു. അപ്പോൾ ഈ താത്തയായിട്ട് ഭയങ്കര കൂട്ടായിട്ടോ, വർത്താനം പറഞ്ഞങ്ങ് കൂട്ടായത്. പിന്നെയാണ് എന്താ പറയുക, എനിക്കിന്നൊരു 4 മിഠായി എല്ലാം ഫ്രീ ഒക്കെ തന്നു. പിന്നെ ഇവർക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഇവിടെ വേറെന്തോ ഐസ്ക്രീമിൻ്റെ എന്തോ സ്റ്റോളായിരുന്നു. ഇത്തവണ ഇവരിവിടെ എടുത്തു. പക്ഷേ ഇവർക്ക് ഇവിടെ ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഇവർക്ക് റെൻ്റ് എത്രയോ 1 lakh എന്തോ ആണ് വരുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു ആൾക്കാർ കുറവാണ്, ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് അപ്പുറത്ത് പറയുന്നുണ്ട്, അത് നോക്കി നോക്കാം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉള്ളിവടയും അച്ചാറ് പിന്നെന്താ ഈ കൊല്ലം ഭയങ്കര ഇതാണെന്നാ പറഞ്ഞത്. എത്രയാവും, 1.25 കോടി എത്ര കൊടുത്തിട്ടാണ് ഫാമുകാർ ഇത് മറിച്ചത്. ഇവരിത് എടുത്തത് എത്രയ്ക്കാണ്? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം റുപ്യക്കാണ് ഈ ഫുഡ് കോർട്ട് എടുത്ത ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ആൾക്കാർ എല്ലാവരും വന്ന് സഹകരിക്കുക നമ്മുടെ പൂപ്പലിയിൽ. അബദ്ധമാണെന്നാണ് ഇവർ പറയുന്നത്, കാരണം ആള് കുറവാണ്. പിന്നെന്താന്ന് വെച്ചാൽ താത്ത അടിപൊളിയാട്ടോ. താത്ത എനിക്ക് മുട്ടായൊക്കെ ഫ്രീ ആയിട്ട് തന്നു. എല്ലാവരും അടിപൊളിയാണ്. അപ്പം എന്താക്കുക, എല്ലാവരും നമ്മുടെ കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും പൂപ്പലി കണ്ട് വിജയിപ്പിക്കുക നമ്മുടെ വയനാട്. അങ്ങനെ കേസ് കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നിരുന്നാൽ കൂടെ നമ്മളൊരു ഊഹം വെച്ചാണ് പറയുന്നത്, നമ്മളെല്ലാം ഊഹം വെച്ചാണല്ലോ. അങ്ങനെ ഒരു ബബിൾ ടീ കൂടെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. ആ ഭാഗത്താണ് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. ഇവർ ആ സമയത്ത് സ്റ്റോളിൽ കയറിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ അധികം സ്റ്റോളിലൊന്നും കയറില്ല, കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് സ്റ്റോളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം തിരിച്ച് അതേ ലൈറ്റിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇവർ കുറേ കളികളും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ചേച്ചീൻ്റെ കുട്ടീനെ കുറച്ച് നേരം എന്താ പറയുക ഒന്ന് ആക്റ്റീവാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. അപ്പോൾ തന്നെ സമയം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണി 8:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താജിൽ പോയി. പുതിയ താജ് വന്നിട്ടുണ്ട് അമ്പലത്തിൽ. അങ്ങനെ താജ് പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആണല്ലോ, ഫുഡ് കഴിക്കാനാണല്ലോ പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ കുറച്ച് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്തി വരും. മന്തി വന്നിട്ട് ഇവരുടെ എക്സ്പ്രഷൻ എന്താണ് ഫുഡിനെ പറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് ഞാൻ ഇതൊക്കെ ഇടും. എങ്ങനെയുണ്ട് അഖിലേട്ട പൂപ്പലി ഈ വർഷത്തെ? സമയത്ത് നല്ല സൂപ്പറായിരുന്നു. പൈസക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പറയുന്നത്. അതുകൊണ്ട് അത്ര രസമല്ല, എന്നാലും കുഴപ്പമില്ല, കാണാല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? അതെ, എങ്ങനെയുണ്ട് കിട്ടു പൂപ്പലി? സൂപ്പർ പറ. സൂപ്പർ. അതെ, അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് കഴിക്കാനാ വന്നത്? അൽഫാം. ഓക്കെ, സെറ്റ്. അടിപൊളി
അടിപൊളി. സാലഡ് കഴിച്ചിട്ടാണ് അടിപൊളി എന്ന് പറയുന്നത്. ഗൈസ് അങ്ങനെ അൽഫാം മന്തി വന്നു. എല്ലാവർക്കും ഓരോ പീസ് എടുത്തോളി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയില്ലേട്ടാ? ആദ്യം അതിലേട്ടാ കഴിക്കും. ആ അതന്നെ സൂപ്പർ. കിട്ടും മതി. ഇതിന് കിട്ടി പറ എങ്ങനെ കഴിച്ചിട്ട് പറടാ. അതിലേട്ടാ അത് വായിൽ ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്നാൽ ഞാനും കഴിച്ചിട്ട് വരാം ഗൈസ്. സംഭവം അടിപൊളിയാന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കഴിച്ചിട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. ചിക്കനൊന്നും വലിയൊരു സുഖമില്ലായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും സമയം ഒരു 9-9:30 ആയിട്ടുണ്ടാവും. പക്ഷെ നല്ല അടിപൊളി പോകാൻ പറ്റുന്ന വിചാരിക്കാതെ പോയി. കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് വീട്ടിലേക്ക് എത്തി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ. ബൈ.